ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ജബലലി ഒരു ലേബർ ക്യാമ്പ് ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലത്തിനൊക്കെ അടുത്തായി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് നാട്ടിലോട്ട് വന്നപ്പോഴായിരുന്നു നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി. അപ്പോൾ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കണതാണ്. അപ്പോൾ ഞാൻ ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ എടുക്കുന്ന വണ്ടി ഇതാണ് നമ്മൾ വന്ന വണ്ടി. മിറ്റ്സുബിഷിയുടെ ഫൂസോ എന്ന് പറയും. നമ്മുടെ നെസ്റ്റോ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, നെസ്റ്റോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ നെസ്റ്റോയുടെ വണ്ടിയാണ്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിൽ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ ഈ വണ്ടി അറിയപ്പെടുന്നുണ്ട്. ഭാരത് ബെൻസ് തന്നെ നമ്മുടെ ഇവിടെ UAE അറിയപ്പെടുന്നതാണ് മിറ്റ്സുബിഷി ഫൂസോ എന്ന് പറയും. മിറ്റ്സുബിഷി ഫൂസോ എന്നാണ് നമ്മുടെ ഇവിടെ ഈ വണ്ടി അറിയപ്പെടുന്നത്. നമ്മുടെ മിറ്റ്സുബിഷി നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ലാൻസർ അതുപോലുള്ള കാറുകൾ മാത്രമാണ് നമ്മളവിടെ ഇവർ ഇറക്കുന്നത്. ഇപ്പോൾ ഇവിടെ മിറ്റ്സുബിഷിയുടെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡർ ബസ്സെല്ലാം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെ ഇവിടെയുണ്ട്, പേര് മാത്രം വ്യത്യാസമാണെന്നുള്ളൂ. ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് മുഴുവൻ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ മുഴുവനും ബിൽഡിങ്ങാണ്, ഇതിന് ചുറ്റുപാറും ബിൽഡിങ്ങാണ്. പിന്നെ ഇത് കണ്ട, ഇത് നമ്മുടെ 2 അശോക് ലൈലാൻഡിൻ്റെ വണ്ടികളാണ്. നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ ഇത് പഴയ മോഡലാണ്. നമ്മുടെ യൂറോ 4 BS3 BS4 എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് വണ്ടികളാണ് ഇതൊക്കെ. ഇവിടെ നമ്മുടെ നാട്ടിൽ BS6 BS3 അങ്ങനെ കഴിയുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹിനോ സൂപ്പർ അങ്ങനെയുള്ള ഹിനോ സൂപ്പർ എൻജിനാണ് നമ്മുടെ ഈ വണ്ടിയിലുള്ളത്. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു വണ്ടി കാണാം. ഇത് അശോക് ലൈലാൻഡിൻ്റെ ഫാൽക്കണ്. ഇത് നമ്മുടെ വേറൊരു വണ്ടിയാണ്, പേരറിയില്ല. ആകെ നിൽക്കുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ഒരു സ്റ്റാഫ് വണ്ടി. അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റാഫ് വണ്ടികൾ നമ്മുടെ ഈ UAE നമുക്ക് കാണാൻ പറ്റും. സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ എല്ലാ കമ്പനികളും ഇതുപോലുള്ള ഓരോരോ സ്റ്റാഫ് വണ്ടികൾ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ടുവരാനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെ ചാനലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവണമല്ലോ, അതൊന്നും കൂടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇവിടെ ചാനലിൽ വീഡിയോ എടുത്തിട്ടുള്ള ഒരുപാട് ടൈമായി. നമ്മുടെ ഈ വർക്കും കാര്യങ്ങളും അതിനെല്ലാം തിരക്ക് ബിസി ആയത് കാരണം നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ടാറ്റയുടെ മാർക്കോ പോളാണ് കാണുന്നത്. ടാറ്റയുടെ മാർക്കോ പോളുണ്ട്, ഇവിടെ ടാറ്റയുടെ വേറൊരു വണ്ടിയുണ്ട്, അശോക് ലൈലാൻഡ് ഉണ്ട്, ടൊയോട്ട ഉണ്ട്, മിറ്റ്സുബിഷി ഉണ്ട്, എല്ലാ വണ്ടികളും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ഡ്രൈവർ ഒരു ഫ്രണ്ടിനൊന്ന് കാണാൻ വേണ്ടി പോയതാണ് ഇവിടെ. അപ്പോൾ അയാൾ പോയപ്പോൾ അയാൾ തിരിച്ചു വരുന്നവരെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് നമ്മളൊരു വീഡിയോ എടുത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ.